KC വേണുഗോപാലിൻ്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരുത്തരം ഒരു അക്ഷരം മിണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള പിന്നെ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാന്ന് മിണ്ടിയോ? എല്ലാവരും ഡൽഹിയിൽ പോയിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാനാണ്, നല്ല നല്ല വകുപ്പുകൾ തട്ടിയെടുക്കാനാണ്. KPCC പ്രസിഡന്റ് മന്ത്രിയാകുമെന്ന് കണ്ടപ്പോൾ തന്നെ ആ കസേര ഒഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ കസേര പിടിക്കാൻ ആൾ പോയിരിക്കുകയാണ്. പേരിൻ്റെ പേരും പറഞ്ഞ് ജാതിപ്പേരും പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഒരാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പം എല്ലാവർക്കും ഭയമാണ്, സോഷ്യൽ മീഡിയ ഭയമാണ്. നാളെ എന്തെങ്കിലും പ്രതികരിച്ചാൽ പൊങ്കാല ഇടുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ആ പൊങ്കാലയെ ഭയപ്പെടാത്ത ഒരാളാണ് ഞാൻ. എല്ലാ കാര്യവും ഞാൻ സത്യം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിവാദമൊക്കെ കെട്ടടങ്ങും. നമുക്കറിയാം, എത്രയോ തവണ നമ്മൾ ഈ വിവാദം കണ്ടിട്ടുള്ളതാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ ഒരു അപശബ്ദം പോലും ഉണ്ടാവില്ല. 3-4 ദിവസം ആളുകളൊക്കെ തെരുവിലൊക്കെ ഇത് കാണിക്കുന്നതല്ലാതെ കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ഒരാൾ പോലും ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. മാത്രമല്ല, പിണറായി വിജയൻ വ്യക്തിപൂജ നടത്തി കേരള സമൂഹം ഒരു ദുരന്തം നേരിട്ട് കണ്ടതാണ്. കാരണഭൂതൻ, ക്യാപ്റ്റൻ, അതുപോലെ ആയിരക്കണക്കിന് ആളുകളെ തിരുവാതിര കളിച്ചു. അപ്പോൾ വ്യക്തികളല്ല പ്രധാനം, പാർട്ടിയാണ്, സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ തെരുവിലെ പ്രകടനം അവസാനിപ്പിക്കണം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അയാൾ ടീം UDF നയിച്ച ഒരാളാണ്, അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അർഹതയുണ്ട്. അതുപോലെ അർഹത ഒരു കാലത്ത് കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ അഴിമതികൾ മുഴുവൻ തുറന്നു കാട്ടി അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റ് MLA ഭൂരിപക്ഷം ഉണ്ടായിട്ട് തന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന രമേശിനും അദ്ദേഹത്തിൻ്റെ വാദകങ്ങൾ ഹൈക്കമാൻഡ് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതില്ലേ? ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ രാജസ്ഥാനിലെ MP ആയിരുന്നു. അയാളെ ആരെ വിളിച്ച് ആലപ്പുഴയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച്? അയാൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ KC വേണുഗോപാലിനെ ആലപ്പുഴയെ വിളിച്ചുകൊണ്ട് വന്ന് മത്സരിപ്പിച്ചത് അയാളല്ലാതെ വേറെ ആരും ജയിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ്. അയാളല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു പോയനെ. മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷനിൽ MLA മത്സരിപ്പിക്കരുതെന്ന് ഞാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അന്ന് KC വേണുഗോപാൽ ആലപ്പുഴ MLA ആണ്. അന്ന് KV തോമസ് എറണാകുളം MLA ആണ്. K സുധാകരൻ കണ്ണൂർ MLA ആണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി. ആലപ്പുഴയിൽ അദ്ദേഹം എൻ്റെ പേരാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല എനിക്ക് പാലക്കാടാണ് തന്നെ, ഞാൻ പാലക്കാട് പോകില്ലെന്ന് പറഞ്ഞു. അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞു അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആലപ്പുഴ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അന്ന് KPC പ്രസിഡന്റ് നിലപാടൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതൊരു പാർട്ടിയാണ്, ഇതൊരു മുന്നണിയാണ്. മുന്നണിക്കകത്തുള്ള ഞാൻ ചോദിക്കട്ടെ, MLA കണ്ടതിന് ശേഷം എന്തിനാണ് ലീഗിനെ അവർ വിളിച്ചത്? എന്തിനാണ് ഈ ടീമിൽ നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചത്? അവർക്ക് അഭിപ്രായമാകാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ മുന്നണി സംവിധാനത്തിൽ സതീശനോടൊപ്പം ഒരു ടീമായി പ്രവർത്തിച്ച എല്ലാവരെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് ഹൈക്കമാൻഡ് പ്രതികൾ തിരിച്ചുപോയത്. അവിടെ ചെന്നവർക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ വിവരം അറിയവർ. അതുകൊണ്ട് MLA എത്ര പേര് ആർക്ക് വേണ്ടി പറഞ്ഞു? ടീം UDF ലീഗ്, കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ RSP, അതുപോലെ ഒറ്റ പാർട്ടിയുടെ നേതാക്കന്മാർ ആർക്ക് വേണ്ടി പറഞ്ഞു? ഇതൊക്കെ കൃത്യമായി അവരോട് പറയും. പിന്നെ സീനിയർ നേതാക്കന്മാരുമായിട്ട് അവർ ബന്ധപ്പെടത്തില്ലേ? ഇവിടെ തന്നെ AK ആൻ്റണിയുണ്ട്, VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്. മാത്രമല്ല സാമൂഹ്യ സംഘടനകളുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ബന്ധമില്ലേ? വയനാട്ടിലെ MP ആയിരുന്നു അദ്ദേഹം. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP ആണ്. സോഷ്യൽ ഓർഗനൈസേഷനുമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ബന്ധമില്ലേ?
ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടാണോ അവർ തീരുമാനം എടുക്കാൻ പോകുന്നത്? അവർ കേരളത്തിലെ മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടേ ഒരു തീരുമാനമെടുക്കൂ. ആ തീരുമാനം നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഇനി തെരുവിലിറങ്ങി ഏതെങ്കിലും ഒരു നേതാവിനെ, അത് വി ഡി സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, കെ സി വേണുഗോപാലാകട്ടെ, ഇക്കണക്കിന് കെ സി വേണുഗോപാലിൻ്റെ ആ ഫ്ലെക്സിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പടത്തിന് പകരം രാഹുൽ ഗാന്ധിയുടെ പടമായിരുന്നെങ്കിൽ അത് മരിച്ചു കീറത്തില്ലേ? അപ്പോൾ ചോദിക്കാനും പറയാനും ഈ പാർട്ടിയിൽ ആരും ഇല്ലെന്നാണോ അവർ ധരിച്ചു വെച്ചേക്കുന്നത്? അതുകൊണ്ട് ആ കളി വേണ്ട. ഇതൊരു വിഭാഗീയതയുടെ കളിയാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയലാണ്. കേരളത്തിലെ മുഴുവൻ ആളുകളും യു ഡി എഫിനെ ജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് ഈ വിജയം. ഈ വിജയത്തിൽ മാധ്യമപ്രവർത്തകർക്കും റോളുണ്ട്. അവരും അവരുടെ അഭിപ്രായം പറയും. അതിനകത്ത് അവർക്കിഷ്ടമുള്ള അഭിപ്രായം പറയുമ്പം ആർക്കും ചൊറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരെ ചൊറിയേണ്ട കാര്യമില്ല. അവരാണ് സത്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധത, ധാർഷ്ട്യം, ധിക്കാരം, കെടുകാര്യസ്ഥത, അഴിമതി ഇതൊക്കെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ഒരു ചർച്ചയാക്കിയതിൽ അവർക്കുള്ള പങ്കൊക്കെ അനിഷേധ്യമാണ്. അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സകല കോൺഗ്രസ്സുകാരോടും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം, ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാം. പക്ഷെ തെരുവിലെ കളി, ആ കളി അപകടമാണ്. അത് അവസാനിപ്പിക്കണം. ആർക്കു വേണ്ടിയും തെരുവിൽ ഇത്തരം പ്രകടനങ്ങൾ പാടില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അത് അട്ടിമറിക്കപ്പെടുമെന്നും ഒരു ആശങ്കയുള്ളത് കൊണ്ട് കൂടിയായിരിക്കില്ലേ ഈ ജനങ്ങൾ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക? അല്ല, ജനങ്ങളുടെ റോൾ എന്താണ്? ജനങ്ങളുടെ റോള് എം എൽ എമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എം എൽ എമാരെ എന്തിനാണ് അവർ തിരഞ്ഞെടുക്കാൻ പോയത്? അപ്പോൾ എം എൽ എമാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം മമതാ ബാനർജി പറയുന്നു, എന്നെ അല്ല തോൽപ്പിച്ചത്, ബി ജെ പിയെ തോൽപ്പിച്ചു, പക്ഷേ ഞാൻ രാജിവെക്കില്ല. മമതാ ബാനർജി രാജിവെക്കാൻ പോയി. അപ്പോൾ ഗവർണർ എന്ത് ചെയ്തു? ഭരണഘടനാപരമായ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് പുതിയ നേതാവിനെ വിളിച്ചു. അവർ പിന്നെ അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ഭരണഘടനയുണ്ട് രാജ്യത്തിന്, സംഘടനയ്ക്കും ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നത് കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യണം. ഞാൻ ചോദ്യം ചെയ്യും. എനിക്കാരോടും കൂറും വിധേയത്വമൊന്നുമില്ല. ഞാനതിനെ ചോദ്യം ചെയ്യും. കാരണം എം എൽ എമാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്കൊരു സേ ഉണ്ടല്ലോ. ആ സേ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ആ സേ ഉള്ളത് കൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയറാകാൻ പോയത്. ആയില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവിടുത്തെ കൗൺസിലർമാരുടെ ഭൂരിപക്ഷം അവർക്കെതിരായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാർക്ക്, പഞ്ചായത്ത് മെമ്പർമാർക്ക് എല്ലാം ഒരു സേ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ, മുനിസിപ്പൽ ചെയർമാനെ തിരഞ്ഞെടുക്കുമ്പോൾ, കോർപ്പറേഷൻ മേയറെ തിരഞ്ഞെടുക്കുമ്പോൾ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം സേ ഉണ്ട്. ആ സേയെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് എം എൽ എമാരായിട്ട് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവരൊക്കെ ജയിച്ചു വന്നാൽ എൻ്റെ കൂടെ നിൽക്കുമോ അല്ലെ വേറെ ആളുടെ കൂടെ നിൽക്കുമോ എന്നുള്ള അന്ന് ചിന്തിക്കണം. അന്ന് ചിന്തിക്കാതെ ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരൊക്കെ ജയിച്ചു കഴിഞ്ഞു, അവർ എം എൽ എമാരായി, ഒരു യാഥാർത്ഥ്യമായി. ഇനി അവർക്കൊരു സേ ഉണ്ട്. ആ സേയെ അട്ടിമറിച്ചോട് പോകാൻ പറ്റുമോ? പിന്നെ തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 14 DCC ഉണ്ട്, 250 ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്. നാളെ അവരും അവർക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയാൽ തെരുവിൽ കിടന്ന് യുദ്ധം നടക്കില്ലേ? തെരുവ് യുദ്ധം നടക്കില്ലേ? അപ്പോൾ 2 കൈ കൊട്ടിയാലേ ശബ്ദം കേൾക്കൂ. ഇപ്പോൾ ഒരു കൈ മാത്രമേ കൊട്ടിയിട്ടുള്ളൂ. 2 കൈ കൊട്ടാൻ അനുവദിക്കാൻ പാടില്ല. തെരുവ് യുദ്ധത്തിലേക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ കൊണ്ടുപോകാൻ ആരെ അനുവദിക്കാൻ പാടില്ല. അതെത്ര ഉന്നതനായാലും അവർക്കെതിരെ സംഘടനാപരമായ നടപടിയിലേക്ക് പോകണം. ജനങ്ങളാണല്ലോ എം എൽ എ തെരഞ്ഞെടുക്കുന്നത്. ആ ജനങ്ങളുടെ വികാരം കൂടി എം എൽ എക്ക് ബാധ്യതയില്ലേ? ജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സീറ്റ് കൊടുത്താളെ പിന്നാലെ കൂടുക എന്നല്ല കോൺഗ്രസ്. ജനങ്ങളെ തെരഞ്ഞെടുത്തവര് എം എൽ എമാരെ തെരഞ്ഞെടുത്ത ജനങ്ങളാണല്ലോ. ഈ ചോദ്യം നിങ്ങൾക്ക് എം എൽ എമാരോട് ചോദിച്ചൂടെ? നിങ്ങൾ അവരോട് ചോദിക്കുന്നേ. അവരോട് ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ ഉദുമയിൽ പറയട്ടെ. നിങ്ങൾ ഞാൻ പറയട്ടെ, പറഞ്ഞത് ഞാൻ എം പി എന്ന നിലയ്ക്ക് പറയട്ടെ. ഞാൻ എം പി എന്ന നിലയ്ക്ക് ഞാനായി 2 പേരെയും ജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. നീലാണ്ടൻ എന്നോട് ചോദിച്ചു ആരെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നീലാണ്ടനോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു തൻ്റെ മനസ്സാക്ഷി ആരെയാണോ പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക. എം പിക്ക് യാതൊരു കാര്യമില്ല.
നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു ആ പറയുന്ന ആളിന് വേണ്ടി അനുകൂലമായി നിൽക്കുക. ഞാൻ സന്ദീപ് വാര്യടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഉത്തരവാദിത്വമാണ് അവർ ആരോടൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കാൻ. ആ അവകാശമൊന്നും ആരും എനിക്ക് തീരെഴുതി തന്നിട്ടില്ല. ഈ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തുറന്നു പറയുന്ന നേതാക്കൾക്കൊക്കെ ഭയമാണ്. താങ്കളടക്കം സത്യം വിളിച്ചു പറയുമ്പോഴും ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാൻ പലപ്പോഴും മുന്നോട്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനമാണ്. രമേശ് ചെന്നിത്തലയുടെ കോൺട്രിബ്യൂഷൻ എനിക്കറിയാം, VD സതീശൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്കറിയാം, അപ്പോൾ പിന്നെ KC വേണുഗോപാലിൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്കറിയാം. അപ്പോൾ ഈ 3 പേര് തമ്മിൽ ഒരു മത്സരം നടക്കുമ്പോൾ ഒരു കക്ഷി പിടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാനില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്, ഈ 3 പേർക്കും അവരുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ ഏത് എക്സ്റ്റെൻഡ് വരെയും പോകാം. തെരുവിലെ പ്രകടനം ഒഴിച്ച് തെരുവിലും പോകാം. പക്ഷേ രമേശ് ചെന്നിത്തല നമ്മുടെ നേതാവാണ്, VD സതീശൻ എൻ്റെ നേതാവാണ്, KC വേണുഗോപാലും എൻ്റെ നേതാവാണ്. ഈ ആരാണോ ജാഥ നയിക്കുന്നത് അവർ പിണറായി വിജയൻ്റെ കോലം കത്തിച്ചാൽ ഞാൻ അതിനെ എതിർക്കില്ല, ഗോവിന്ദൻ്റെ കോലം കത്തിച്ചാൽ ഞാൻ എതിർക്കില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല, KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല, VD സതീശൻ്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല, രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. കാര്യം അവരൊക്കെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു കക്ഷി പിടിക്കാൻ ഞാനില്ല, എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ട്.